ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെലോസിറ്റി പ്രോബ്ലം. ഇവിടെ നമ്മൾ പറയാൻ പോണത് ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, ഒരു കണ്ടിന്യൂസ് വെലോസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കുന്നതും ഏരിയയും ഈക്വൽ ആണ് എന്നാണ്. എന്താ പറയണത്? ഇഫ് വി ഈസ് എ കണ്ടിന്യൂസ് വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് വി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, then the distance covered by the particle between t equal to a and t equal to b is numerically equal to the area of the region under the graph of the velocity function on closed interval a b. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാർട്ടിക്കിൾ എടുത്തിരിക്കണം, ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫംഗ്ഷനാണ് വി എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആണ്. അത് മാത്രമല്ല ഈ വെലോസിറ്റി ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പോസിറ്റീവാണ്. എവിടെ? ഒരു ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് ഒരു ഇൻ്റർവൽ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ടൈമിനകത്ത് ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുകയാണ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദി വെലോസിറ്റി ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. വെലോസിറ്റി ഫംഗ്ഷനായ വിൻ്റെ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയയോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഇനി അത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ നമ്മുടെ ഏരിയയുടെ പ്രൂഫ് ആ ഡിറൈവേഷൻ പോലെ തന്നെയാണ് ഇവിടെയും ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് പറയുന്നത് ടൈം ഇൻ്റർവൽ ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ടൈം ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ n സബ് ഇൻ്റർവൽസ് ആയിട്ട് വിത്ത് ലെങ്ത് ഡെൽറ്റ ടി ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. അവിടെ നമ്മൾ ഡെൽറ്റ എക്സ് എടുത്തതിന് പകരം ഇവിടെ എടുത്തു ഡെൽറ്റ ടി. അപ്പോൾ എത്ര കിട്ടും? n+1 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയാവുമ്പോൾ n സബ് ഇൻ്റർവൽസ് കിട്ടും. ആ ഈക്വലി സ്പേസ്ഡ് പോയിന്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ടി നോട്ട് ഈക്വൽ ടു എ, t1 ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ ടി, t2 ഈക്വൽ ടു എ പ്ലസ് 2 ഡെൽറ്റ ടി, tk ഈക്വൽ ടു എ പ്ലസ് കെ ഡെൽറ്റ ടി എക്സെട്ര, tn ഈക്വൽ ടു ബി. ഇനി n ലാർജ് ആവുന്ന അനുസരിച്ചിട്ട് ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്തായിട്ട് വരും? ചെറുതായിട്ട് വരും. അപ്പോൾ ആണ് ഇഫ് n ഇസ് ലാർജ് ദെൻ ദ ടൈം ഇൻ്റർവെൽ ആർ യൂണിഫോംലി സ്മോൾ. ടൈം ഇൻ്റർവെൽ എന്തായിരിക്കും? ചെറുതായിട്ട് വരും. ഇനി നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലും എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ ദ ഫസ്റ്റ് ഇൻ്റർവൽ നമ്മൾ എടുത്തു, ടി ക്ലോസ്ഡ് ഇൻ്റർവൽ ടി നോട്ടും t1. അതിനകത്ത് നമ്മൾ പറഞ്ഞു n ലാർജ് ആവും തോറും ഇൻ്റർവെലിൻ്റെ സൈസ് എന്തായിട്ട് പോകുന്നു? ചെറുതായിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ടൈം ഇൻ്റർവെലിനകത്ത് ഒരു സ്പീഡ്, ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ വലുതായിട്ട് മാറാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ്, ആ ഇൻ്റർവെലിനകത്ത് സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് ചൂസ് ചെയ്യണം. ആ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ സ്പീഡ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കുകയാണ്. ആ ടൈം C1 എന്ന് ചൂസ് ചെയ്യണം. അത് ആർബിട്രലി ചൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഓഫ് C1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വി ഓഫ് C1 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദാറ്റ് പാർട്ടിക്കിളാണ്. ഏത് ഇൻ്റർവെല്ലിൽ? t0ൻ്റെയും t1ൻ്റെയും ഇടയിൽ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രകാരം സ്പീഡ് നമുക്ക് എന്തറിയാം? വി ഓഫ് C1. ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഇടയിലുള്ള ടൈം. അപ്പോൾ t1 മൈനസ് t0 എന്ന് വെച്ചാൽ അതാണ് ഡെൽറ്റ ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആ ഫോർമുല പ്രകാരമാണ് എന്ത് വന്നിരിക്കുന്നത്? വി ഓഫ് C1 ഇൻറ്റു ഡെൽറ്റ ടി. ഇതേപോലെ തന്നെ അടുത്ത ഇൻ്റർവെൽ എടുക്കുമ്പോൾ എന്ത് വന്നു? അടുത്ത ഇൻ്റർവെൽ എന്തായിരിക്കും? t1ഉം t2. In a similar manner, we can say that the distance covered by a particular from t1 to particle from t1 to t2. t1ഉം t2ൻ്റെ ഇടയിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് കവേർഡ്. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയാം. അപ്പോൾ ആ ഇൻ്റർവെൽ ഒരു പോയിൻ്റ് ആയിട്ടുള്ള C2, ആ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഓഫ് C2 പറഞ്ഞാൽ അവിടുത്തെ കോൺസ്റ്റൻറ്റ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ഡെൽറ്റ ടി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു ഇൻ്റർവെൽ tk-1 ടു tk എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലത്തെ എന്തായിരിക്കും? പാർട്ടിക്കിൾ മൂവ് ചെയ്തതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് വി ഓഫ് CK ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. CK എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻ്റർവെൽ എലമെൻറ്റ് tk-1, tk.
അങ്ങനെയാണെങ്കിൽ മൊത്തമായിട്ടുള്ള ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ഡിസ്റ്റൻസ് എല്ലാം കൂടി പ്ലസ് ചെയ്യുക എന്നുവെച്ചാൽ വി ഓഫ് സി വൺ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് വി ഓഫ് സി ടു ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് എക്സെട്ര പ്ലസ് വി ഓഫ് സി എൻ ഇൻറ്റു ഡെൽറ്റ ടി. അതിനെ കമ്പൈൻ ചെയ്തിട്ട് സമ്മേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു 1 to n വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഇവിടെ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ എൻ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ n ലാർജ് ആവും തോറും ഇതെന്താവും? സബ് ഇൻ്റർവെൽ എല്ലാം സ്മോളറായിട്ട് വരും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ അവിടെ പറഞ്ഞത് നമ്മൾ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് വെച്ച് പറഞ്ഞു? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് പറഞ്ഞു. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോസിറ്റീവ് വെലോസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പറയണം? ഒരു പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് കവേർഡ് പറയണം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയണത് നമുക്ക് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് ഏതാ? വെലോസിറ്റി ഫംഗ്ഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻ്റർവൽ. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. Distance covered by a cyclist. The speed of the cyclist is measured at a 4-second interval over a 32-second time span and recorded in the following table. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സൈക്ലിസ്റ്റിൻ്റെ 4 സെക്കൻഡ് തൊട്ടിട്ട് 32 സെക്കൻഡ് വരെയാണ് അയാളുടെ ടൈം. ഈ സെക്കൻഡിൻ്റെ ഇടയിലുള്ള അയാളുടെ ടൈമും ആ സമയത്തുണ്ടായിരുന്ന അയാളുടെ വണ്ടിയുടെ സ്പീഡുമാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി വി ഡിനോട്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഫംഗ്ഷനെയാണ് അസോസിയേറ്റഡ് വിത്ത് ദ മോഷൻ ഓഫ് ദി സൈക്ലിസ്റ്റ് ഓവർ ദ ഈ ടൈം ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-32. 0 തൊട്ടിട്ട് 32 വരെയുള്ള ആ ടൈം ഇൻ്റർവലുള്ള അയാളുടെ വെലോസിറ്റി ഫംഗ്ഷനായിട്ടുള്ള എന്താ എടുത്തിരിക്കുന്നത്? വി എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് പോകുന്നുണ്ടാവുക? കണ്ടിന്യൂസ് മോഷനാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഇതെന്തിനായിട്ട് ഫംഗ്ഷനായിട്ട് തന്നെ പറയാം? കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് തന്നെ പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കണം. എവിടെ നിന്ന് എവിടം വരെയുള്ള ടി ഈക്വൽ ടു 0 തൊട്ടിട്ട് ടി ഈക്വൽ ടു 32 വരെയുള്ള അയാളുടെ ഡിസ്റ്റൻസ് കവേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് 8 എന്നുവെച്ചാൽ n ഈക്വൽ ടു 8 റെക്ടാങ്കിൾസ് ആൻഡ് ചൂസിങ് സി കെ ടു ബി ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി കേത്ത് സബ് ഇൻ്റർവൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? n 8 ആയിട്ട് എടുക്കുക, എന്നിട്ട് റെക്ടാങ്കിൾസ് 8 റെക്ടാങ്കിളുകൾ ഉണ്ടാക്കണം. ഇനി ചൂസിങ് സി കെൻ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി കേത്ത് സബ് ഇൻ്റർവൽ. കേത്ത് സബ് ഇൻ്റർവലിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആയിട്ട്. അടുത്ത് എന്തായിരിക്കണം? 8 എന്ന് തന്നെ, പക്ഷേ എന്തായിരിക്കണം? റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ട് എടുത്ത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് n 4 ആയിട്ട്. ചൂസിങ് സി കെ ആസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി കേത്ത് ഇൻ്റർവൽ. അപ്പോൾ സൊല്യൂഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം? ടീനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 0, 4, 8 അങ്ങനെ 32 വരെയാണ് പറയണത്. അപ്പോൾ 8 റെക്ടാങ്കിൾസ് എന്ന് പറയുമ്പോൾ ടി നോട്ട് എന്തായിട്ട് വന്നു? 0. T1 പറയുമ്പോൾ എന്ത് വരുന്നു? 8 റെക്ടാങ്കിൾസ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? b മൈനസ് a ബൈ n. അപ്പോൾ 32 മൈനസ് 0 ബൈ n. n എന്ന് പറയുന്നത് 8. അപ്പോൾ 32 ബൈ 8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 4. 32 ബൈ 8 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 4. അപ്പോൾ ആ 4 വെച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ടി നോട്ട് 0, T1 4, T2 8 അങ്ങനെ ടി എന്ത് കിട്ടും? 32 വരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സി ഐക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് എൻഡ് പോയിന്റ്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് പോയിന്റ് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 4. അങ്ങനെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് പറയുന്നത് എന്താ? 0. അടുത്ത് 4, 8 ലെഫ്റ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 4. അപ്പോൾ അങ്ങനെയാകുമ്പോൾ C1 എന്ന് പറയുന്നത് 0, C2 പറയുന്നത് 4, C3 പറയുന്നത് 8, അങ്ങനെ C8 പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ പോയിന്റ് 28 വരെ വന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡിൻ്റെ ഫോമിൽ എന്താ? സിഗ്മ കെ ഈക്വൽ ടു 1 to n എന്ന് പറയുന്നത് 8 വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് സി കെ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഓരോ പോയിന്റുകളും കൊടുക്കാൻ പോകണം. ടി നോട്ട്, T1 ഒക്കെ. ഡെൽറ്റ ടി പറയണത് എന്തായിരിക്കും? ഡെൽറ്റ ടി പറയണത് അതിൻ്റെ ഇടയിലുള്ള വിഡ്ത്ത് അത് എത്രയാണെന്നാണ് കിട്ടി? നമുക്ക് 4. ഡെൽറ്റ ടി പറയണത് എന്താ കിട്ടിയത്? 4. ഡെൽറ്റ ടി പറയണത് 4 ആയതുകൊണ്ട് ഓരോടത്തും എന്ത് കൊടുത്തു? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി വി ഓഫ് 0. ഈ വി ഓഫ് 0യും വി ഓഫ് 4 ഒക്കെ നമ്മുടെ ഈ ഇതിൽ നിന്നാണ്, ബോക്സിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. വി ഓഫ് 0 പറയണത് 2, വി ഓഫ് 4 എന്ന് പറയുന്നത് 4. അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്കത് കിട്ടി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് n ഈക്വൽ ടു 8 റെക്ടാങ്കിൾ ആൻഡ് ചൂസിങ് സി കെ ടു ബി ദ റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി കേത്ത് സബ് ഇൻ്റർവൽ. അപ്പോൾ റൈറ്റ് എൻഡ് പോയിന്റ് ഇപ്പോൾ നമ്മളെടുത്ത് ലെഫ്റ്റ് ആണെങ്കിൽ അടുത്ത റൈറ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ C1 എന്തായിട്ട് വരും? 4 ആയിട്ട് വരും. ബാക്കിയൊക്കെ സെയിം 8 തന്നെ ആയതുകൊണ്ട് എന്നും സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വാല്യൂവിൽ എന്ത് വ്യത്യാസം വരുന്നുള്ളത് മാത്രമാണ്. ഇത് നമുക്ക് 264 കിട്ടിയപ്പോൾ അതെന്ത് കിട്ടി? 280 കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത് n 4 ആണ്. n 4 ആവുന്ന സമയത്ത് എന്ത് വരും? 32 ഡിവൈഡ് ബൈ 4 വരുമ്പോൾ 8 വരും.
അപ്പോൾ 8 വെച്ചിട്ട് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് പറഞ്ഞാൽ ചോദിക്കാം.